ഈ ചൂരൽ മലയിൽ നിന്നൊരു വലിയ കയറ്റമാണ്. ഈ കയറ്റം ഏകദേശം ഒരു 2 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ മുണ്ടക്കൈ എത്തുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ ഒരു LP സ്കൂൾ കാണാം. ഗവൺമെന്റ് LP സ്കൂൾ മുണ്ടക്കൈ. ഇതിന്റെ ഏകദേശം പകുതി ഭാഗത്തിലധികവും ഈ ഉരുൾപൊട്ടൽ വന്ന് എടുത്തുകൊണ്ടുപോയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ദുരന്തത്തിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ചെറിയ കുട്ടികൾ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ ഇരുന്ന് പഠിച്ച സ്കൂളാണ്. അത് പൂർണ്ണമായും അല്ലെങ്കിൽ അതിന്റെ ഒരു 3/4 ഭാഗമെങ്കിലും തകരുന്ന രീതിയിൽ, ചില ഭാഗങ്ങളിൽ തറ മാത്രമായി കിടക്കുന്നു. കെട്ടിടത്തിന്റെ പകുതി നശിക്കുന്ന രീതി ഉള്ള അവശേഷിക്കുന്ന കെട്ടിട ഭാഗങ്ങളിലാകട്ടെ അവിടെ ഏകദേശം മണ്ണ് മാത്രം അടിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതി. ഇതിനിടയിൽ നിറച്ച് പാറക്കല്ലുകൾ ഇങ്ങനെ വന്ന് ഇടിച്ച് നിൽക്കുന്നു. ഇടയിൽ ഒരു മൺകൂന കാണാം. ഒരുപക്ഷെ ഈ ഒരു ഉരുൾപൊട്ടലിൽ വന്നടിഞ്ഞ മണ്ണുകളായിരിക്കാം. ഇതിനിടയിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നിരിക്കാം, കുട്ടികളുടെ കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് മുണ്ടക്കൈയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രധാനമായും ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് കിലോമീറ്ററുകൾ മുൻപുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്രയധികം നാശങ്ങൾ വന്നിട്ടുള്ളത്. പാറക്കല്ലുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു അറ്റം വരെ. അതിനിടയിൽ ഇവിടം തൊട്ട് ഈ അറ്റം മുതൽ ആറ്റം വരെ നമുക്ക് കാണാം. ഏകദേശം 1 കിലോമീറ്ററിലധികം സ്ഥലം നമുക്ക് കാണാം. അവിടെയൊക്കെ ആറ്റത്ത് അവശേഷിക്കുന്ന ഒരു വീടുകളാണ്. അപ്പോൾ ഇതിനു മുൻപ് ഇവിടെയുള്ള പലരോടും സംസാരിച്ചപ്പോൾ പറയുന്നത് ഇതിനിടയിലൊക്കെ വീടുകളും മറ്റു കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ തൂത്തെറിഞ്ഞിട്ടാണ് അന്ന് ചെറിയ രീതിയിൽ പോയിരുന്ന ഒരു അരുവി ഇന്ന് അതിന്റെ സംഹാരം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ മുഴുവൻ തൂത്തെറിയുന്ന രീതിയിലാണ് പോകുന്നത്. ഇനിയും മുണ്ടക്കൈയിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്.